ഹായ് ഫ്രണ്ട്സ്, കുംഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിക്സുകളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിക്സാണ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജമ്പ് ചെയ്തിട്ടുള്ള കിക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കിക്ക് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ഒരു കാല് മുന്നിലും ഒരു കാല് പുറകിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇരിക്കുക, ഫുള്ളായിട്ട് താഴെ ഇരിക്കുക. നീ താഴെ ടച്ച് ചെയ്തോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു സൈഡ് നമുക്കത് മാറ്റാം. ഇനി ഇവിടെ നിന്ന് ചെയ്യേണ്ടത് നേരെ എഴുന്നേൽക്കുക, സ്റ്റാൻഡിങ്ങിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ ലെഗ് വെച്ച് ഫ്രണ്ടിലേക്ക് കിക്സ് അടിക്കുന്നു. സെയിം ഇതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ ഇരിക്കുക. ഇനി ഇവിടെ നിന്ന് ബോഡി റൈസ് ചെയ്യുക, ഫ്രണ്ട് ലെഗിന് ഇവിടെ നിന്ന് കിക്സ് ചെയ്യുക, തിരിച്ച് ഇതുപോലെ തന്നെ വന്നിരിക്കുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യുക, കിക്സ് ചെയ്തിട്ട് നേരെ തിരിച്ച് ബാക്കിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ബോഡിയിൽ നിന്ന് റൈസ് ചെയ്യുക, ഇവിടെ നിന്ന് കിക്സ് ചെയ്തിട്ട് തിരിച്ച് താഴെ വന്നിരിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജ് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു യൂസിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു റോളിൽ നിന്ന് ഈ ഒരു കിക്സ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കിക്സ് ചെയ്തു, ലാൻഡ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ റോളിങ് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റൊന്ന് കിക്ക് ചെയ്തു. ഫസ്റ്റ് ജസ്റ്റ് കിക്ക് കഴിഞ്ഞു, ലാൻഡ് ചെയ്തു, റോള് കഴിഞ്ഞു, ഇവിടെ നിന്ന് കിക്ക് ചെയ്തിട്ട് ലാൻഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റാണ് ഇതിൻ്റെ ഒരു കോംബോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു ജമ്പിങ്ങിലേക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കിക്സ് ജമ്പ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കൂടെ നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റോൾ ചെയ്തിട്ട് റോളിൻ്റെ എൻഡ് വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് ജമ്പ് ചെയ്ത് കിക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി റോൾ വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് രണ്ട് കൈ വിട്ടിട്ടുള്ള റോളല്ല, കൈ ഉള്ളിലേക്ക് വിട്ടുകൊണ്ടാണ് നമ്മൾ ആ റോൾ ചെയ്യുന്നത്. ഉള്ളിലേക്ക് തല ഉള്ളിലേക്ക് പോയിക്കൊണ്ട് ബോഡി സ്ട്രൈറ്റ് ആക്കിയിട്ട് റോൾ ചെയ്യാം. ഇതിൻ്റെ എൻഡിൽ നിന്ന് കിക്സ് അടിക്കാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. അതാ ഈ ഒരു മൂവ്മെൻറ്റിൽ വരിക. ഇനി ഇവിടെ നിന്ന് അപ്പ് ചെയ്യുന്ന സമയത്ത് ജമ്പ് ചെയ്ത് കിക്ക് അടിച്ചിട്ട് താഴേക്ക് വരിക. അപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ നിന്ന് റോൾ ചെയ്യുക, റോൾ ചെന്ന് തീരുന്ന സ്ഥലത്ത് നിന്ന് അപ്പ് ചെയ്യുന്ന സമയത്ത് ജമ്പ് ചെയ്ത് കിക്ക് അടിക്കുക, എന്നിട്ട് ലാൻഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ഹുക്ക് കൂടി നമുക്ക് നോക്കാം. അത് ഇതുപോലെ തന്നെ ബേസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇരിക്കുക. ഇവിടെ നിന്ന് കിക്സ് അടിക്കുന്ന സമയത്ത് ബോഡി സ്റ്റാൻഡിങ്ങിൽ വന്നിട്ട് അപ്പ് ചെയ്തിട്ട് കിക്സ് അടിക്കുക, തിരിച്ച് ഇവിടെ തന്നെ വന്നിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം. ഇതിൽ നിന്ന് വരിക, ടേൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിലേക്ക് ടേൺ ചെയ്തിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് കിക്സ് അടിച്ചിട്ട് നേരെ ബാക്കിൽ തന്നെ വന്നിരിക്കുക. അപ്പോൾ ഫസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് ഇതൊന്ന് ചെയ്യാം. ഇനി ഇത് നമുക്ക് ജമ്പിങ്ങിലേക്ക് ആക്കി നോക്കാം. അപ്പോൾ ഒന്നുകൂടി ചെയ്ത് നോക്കാം. കിക്സ് അടിച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് സിറ്റ് ചെയ്യാം. അത് നമുക്ക് ഈ കിക്ക് ഒരു ജമ്പിങ്ങിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ജമ്പിങ്ങിൻ്റെ ഒരു ബേസ് മൂവ്മെൻറ്റ് ആദ്യം ചെയ്തിട്ട് കിക്സ് ചെയ്യാം. അപ്പോൾ കിക്സ് ചെയ്യുന്നതിന് മുമ്പ് ജമ്പിങ്ങിൻ്റെ ബേസ് മൂവ്മെൻറ്റ് ഈ ഇരിക്കുന്നതിൽ ഒരു റൊട്ടേഷൻ ജമ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടേൺ ചെയ്യാം. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം. അപ്പം ഇവിടുന്ന് ബോഡി ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ബാക്കിലേക്ക് ഒന്ന് ടേൺ ചെയ്യുന്നതിനോടൊപ്പം ഇതുപോലെ ടേൺ ചെയ്തിട്ട് നേരെ വന്നിരിക്കും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ലെഗ് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ആദ്യം ചെയ്ത് നോക്കാം. ഒന്നുകൂടി ചെയ്യാം. ബോഡി വെയിറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ ബാക്കിലേക്ക് കൊടുക്കുക, ഇവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വന്നിരിക്കുക. ശരി, ഈ ഒരു മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അടുത്ത മൂവ്മെൻറ്റിൽ ലെഗ് കിക്കായിട്ട് വരുന്ന ഒരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. അപ്പോൾ അത് ജസ്റ്റ് ജമ്പ് ചെയ്യാതെ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ടേൺ ചെയ്യുക, ആ ജമ്പിങ്ങിൻ്റെ മൂവ്മെൻറ്റിന് പകരം ലെഗ് എടുക്കുക, ലെഗ് ഇവിടുന്ന് ഇതുപോലെയാണ് കിക്കായിട്ട് വരുന്നത്. പിന്നെ ജമ്പ് ചെയ്യുന്ന സമയത്ത് ജമ്പിങ്ങും ലെഗിൻ്റെ കിക്കും ഒരേ സമയത്ത് വരും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡ് ചെയ്തിരിക്കും. ഫ്രണ്ടിലെ ലെഗ് ഫോൾഡ് ആയിട്ട് തന്നെ ഇരിക്കും, ബാക്കിലെ ലെഗ് ഹുക്ക് കിക്കായിട്ട് തന്നെ വരും. ഒന്നുകൂടി ചെയ്ത് നോക്കാം. അത് നമുക്ക് അടുത്തൊരു സ്വീപ്പ് കിക്കിൻ്റെ കോംബോ നോക്കാം. അപ്പോൾ സ്വീപ്പ് കിക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും ഉണ്ട്, ഒരേ സമയത്ത് ഫോർവേഡും റിവേഴ്സും വരുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതൊരു ബേസ് മൂവ്മെൻറ്റ് ആദ്യം വരുന്നത് നമ്മൾ ഇതുപോലെ ലെഗ് ബാക്കിൽ നിന്ന് തന്നെ എടുക്കുക, ബാക്കിൽ നിന്ന് ഓപ്പോണൻറ്റിൻ്റെ ആംഗിളിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഇവിടുന്ന് ഫുള്ളായിട്ട് ബോഡി ഡൗൺ ചെയ്യുക, ഈ ഫ്രണ്ട് ലെഗ് ഫുള്ളായിട്ട് ബെൻഡ് ചെയ്തിട്ട് ലെഗ് അവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ആ ഇത് മൂവ്മെൻറ്റ് നോക്കാം. ബോഡി ഫോഴ്സും മാക്സിമം കൊടുക്കുക. ഇനി ഇവിടുന്ന് ഇതിലേക്ക് ഈ ഒരു പാർട്ട് അടി കാലിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ കൊടുക്കുക. ഇനി ഇവിടുന്ന് നെക്സ്റ്റ് അടുത്ത ലെഗാണ് നമ്മൾ ഇനി റിവേഴ്സാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ ചെയ്തത്. ഇനി സെയിം ബോഡി ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നമ്മുടെ ബോഡി വെയിറ്റ് ഈ ഒരു ബോഡി വെയിറ്റ് ഇതിലേക്ക് കൊടുക്കുക, കൈകളുടെ സപ്പോർട്ടോടെ ലെഗ് എടുക്കുക, ഇവിടെ ഒന്ന് ഇതുപോലെ ബോഡിയുടെ ടേൺ കൊടുത്തുകൊണ്ട് ഇതിലേക്ക് കൊടുക്കുക, വീണ്ടും കൈകളുടെ സപ്പോർട്ട് ഇതിലേക്ക് കൊടുക്കുക, അടുത്ത ലെഗ് എടുക്കുക. അപ്പം ഈ കാലിൽ ശരിക്കും നല്ല ഫോഴ്സിലാണ് ഈ എടുക്കുന്നത്. മാക്സിമം നല്ലൊരു ഫോഴ്സ് കിട്ടുന്ന രീതിയിൽ വേണം. അതിനുശേഷം ഇതിലേക്ക് വീണ്ടും വീടുകയും തിരിച്ചടത്തയിലേക്ക്. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.